ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മളെ ഫോർത്ത് മൊഡ്യൂളാണ് തുടങ്ങുന്നത്. ഫോർത്ത് മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വെബ് കൺസിഡറേഷൻസ് ആണ്. അതായത് വെബ് സെക്യൂരിറ്റിയിൽ വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രോ ഭാഗമായിട്ട് നമ്മൾ ഇത്രയും പഠിച്ചത് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യുക എന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം WWW വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലയൻറ്റ് സെർവർ അപ്ലിക്കേഷനാണ്. ഇൻ്റർനെറ്റിൽ റൺ ചെയ്യുന്നതാണ്. അതിൽ തന്നെ എന്തുണ്ട്, TCP/IP ഇൻട്രാനെറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫണ്ടമെൻ്റൽ ഭാഗമായിട്ട് റൺ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ നമുക്കറിയാം ഇൻ്റർനെറ്റ് എല്ലാ രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ടെലി ടെക്സ്റ്റ് ഉണ്ട്, അതേപോലെ വോയിസ് റെസ്പോൺസ് ഉണ്ട്, ഫാക്സ് ബാക്ക് ഉണ്ട്, അങ്ങനെ എല്ലാ രീതിയിലും ഇൻ്റർനെറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെബ് എന്ന് പറയുന്നത് അറ്റാക്കുകൾക്ക് ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വെബ് എന്ന് പറയുന്നത്. കാരണം എപ്പോഴും അധികവും നമുക്ക് ഈ ഹാക്കിങ് അറ്റാക്കിങ് ഒക്കെ എപ്പോഴും നടക്കുകയാണ് ഈ വെബിലൂടെയാണ് നടക്കുന്നത്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോ പോയിൻ്റായിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നോക്കാം. ഒരു കാര്യം എന്ന് പറയുന്നത് വെബ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടെലി ടെക്സ്റ്റ്, വോയിസ് റെസ്പോൺസ് എന്നതും ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ളത് എന്താണ്, വെബാണ് എന്ന് നമുക്ക് പറയാം. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഇൻഫർമേഷൻ ഔട്ട്ലെറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, വെബിനെയാണ്. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷനൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്, വെബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു വെബിൽ നിന്ന് അങ്ങനെ ഒരു അറ്റാക്കിങ് വരാം എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ ഡാമേജ് ചെയ്യാൻ, അതേപോലെ ക്യാഷ് ലോസ് ചെയ്യാനൊക്കെ ഈ വെബ് സെർവർ ഒന്ന് ഇൻവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത്രയും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അറ്റാക്കേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ വെബ് സെർവർ നമുക്കറിയാം, നമ്മളെ വെബ് സെർവർ നമുക്ക് ഈസി ആയിട്ട് കോൺഫിഗർ ചെയ്യാം, അതേപോലെ മാനേജ് ചെയ്യാൻ പറ്റും. വെബ് കണ്ടൻറ്റ് നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെയാണ് അതിൻ്റെ അണ്ടർലൈങ് സോഫ്റ്റ്വെയർ എന്താണ്, എക്സ്ട്രാ ഓർഡിനറിലി കോംപ്ലക്സുമാണ്. അതും അതിൻ്റെ ഒരു സൈഡ് തന്നെയാണ്, കോംപ്ലക്സ് ആയിട്ടുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കോംപ്ലക്സ് സോഫ്റ്റ്വെയർ ആകുമ്പോൾ തന്നെ അതിൻ്റെ ഈ സെക്യൂരിറ്റി ഫ്ലോസ് ഉണ്ടാവില്ല. അതായത് എവിടേക്കോ ഇങ്ങനെ, അതായത് സെക്യൂരിറ്റി ഫ്ലോപ്പായി പോകുന്ന ചില സൈഡുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഹൈഡായിട്ട് കിടക്കുകയും ഇങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടെത്താനും കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ സെക്യൂരിറ്റി ഫ്ലോസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, അറ്റാക്കേഴ്സിന് പെട്ടെന്ന് കയറിയിട്ട് അറ്റാക്ക് ചെയ്യാനും പറ്റും വെബ് സെർവറിന്. പിന്നെ വേറെ ഒരു ഇത് പറയുന്നത് വെച്ചാൽ വെബ് സെർവറിനെ അതായത് ഒരു വെബ് സെർവറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർപ്പറേഷൻ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ കോംപ്ലക്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ വെബ് സെർവറിനെ അങ്ങോട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അപ്പോൾ വെബ് സെർവറിനെ സബ്വേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനങ്ങോട്ട് എടുക്കുക, ആക്സസിബിലിറ്റിയാണ് പറയുന്നത്, ഇൻവേർട്ട് ചെയ്യുക എന്നുള്ള മീനിങ്. അപ്പോൾ അതിനെ സബ്വേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അറ്റാക്കർക്ക് അതിലുള്ള കംപ്ലീറ്റ് ഡാറ്റാസും ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്തും ചെയ്യാം, പിന്നെ ആ ഒരു സെർവർ ഏതൊക്കെ ലോക്കൽ സൈറ്റിലേക്കാണോ കണക്ഷൻ ഉള്ളത് അതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറ്റാക്കർക്ക് പറ്റും ഇങ്ങനെ വന്നാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അധികവും വെബ് സെർവറൊക്കെ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗൂഗിൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതല്ലേ. അല്ലാതെ ഇപ്പോൾ അതിൽ പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളും കറക്റ്റുള്ള സൈറ്റ് ഏതാണെന്നോ അങ്ങനെയൊക്കെ പഠിച്ച് വന്നിട്ട് എടുക്കുന്നവരൊന്നല്ല, സെർച്ച് ചെയ്യുന്നവരൊന്നല്ല ഉള്ളത് അല്ലേ. അപ്പോൾ കാഷ്വൽ ആയിട്ടുള്ളതും അൺട്രെയിൻഡ് ആയിട്ടുള്ള യൂസേഴ്സാണ് അധികവും ഇങ്ങനെ വെബ് ബേസ്ഡ് സർവീസസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂസേഴ്സിന് ഈ സെക്യൂരിറ്റി റിസ്കുകളോ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നോ എന്നൊന്നും അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇതും എന്താണ്, ഇങ്ങനെ അറ്റാക്കേഴ്സിന് കിട്ടുന്ന ഒരു ലൂപ്പ് ഹോളാണ്, അവർക്കത് കയറി കളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രത്യേക നോളജ് ഒന്നും യൂസേഴ്സിന് ഇല്ല, അധികം യൂസേഴ്സിനും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വെബ് സെക്യൂരിറ്റിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ബേസിക് ആയിട്ടുള്ള ഇൻട്രോ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അടുത്തത് വെബ് സെക്യൂരിറ്റി ത്രെട്ടുകളാണ്. നമ്മൾ നേരത്തെ ഇതും പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ട് ത്രെട്ടുകൾ അറ്റാക്കിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസീവും ആക്റ്റീവും. പാസീവ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈവ്സ് ഡ്രോപ്പിംഗ് അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. അതായത് ബ്രൗസറും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒളിച്ചിരുന്ന് കേൾക്കുക, എന്താണ് പാസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കേൾക്കുന്നത് ഏതിൽ വരുന്നതാണ്, പാസീവ് അറ്റാക്കിലാണ്.
ആ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആളെ തന്നെ അങ്ങോട്ട് മാറ്റി കളയുംല്ലേ. ഇംപേഴ്സണേറ്റിംഗ് അനദർ യൂസർ, ഞാൻ അയാളാണ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക, മെസ്സേജിന് ആൾട്ടർ ചെയ്യുക. പിന്നെ അതേപോലെ വെബ്സൈറ്റിലെ ഇൻഫർമേഷൻ ആൾട്ടർ ചെയ്യുക, അവിടെയൊക്കെ എന്ത് വരുന്നുണ്ട്, ചേഞ്ചിങ് വരുത്തുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് അറ്റാക്കിനെയാണ് നമ്മൾ ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുക. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ടൈപ്പിലും നമുക്ക് വെബ് സെക്യൂരിറ്റി ത്രെട്ടിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് എവിടെയാണ് ത്രെട്ട് വരുന്നത് ആ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ വെബ് സെർവർ അവിടെ, അതായത് വെബ് സെർവറിലാണ് ത്രെട്ട് എന്നുണ്ടെങ്കിൽ അത് വെബ് സെർവർ ക്ലാസിഫിക്കേഷനായി. വെബ് ബ്രൗസർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നെറ്റ്വർക്ക് ട്രാഫിക് ബിറ്റ്വീൻ ബ്രൗസർ ആൻഡ് സെർവർ, അങ്ങനെ ഈ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് പറയുന്നത് വെബ് ട്രാഫിക് സെക്യൂരിറ്റി അപ്രോച്ചസ് ആണ്. ഇപ്പോൾ വെബിലെ ട്രാഫിക് അതേപോലെ അതിൻ്റെ സെക്യൂരിറ്റിക്കൊക്കെ കറക്റ്റായിട്ട് എന്തുണ്ട്, ഒരുപാട് അപ്രോച്ചസ് ഉണ്ട്, നമ്പർ ഓഫ് അപ്രോച്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് IPsec കൊടുക്കുക, അതായത് IP സെക്യൂരിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളെ ഡാറ്റ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് IP സെക്യൂരിറ്റി കൊടുക്കുക. അത് IP സെക്യൂരിറ്റിനെ കുറിച്ച് നമുക്ക് ഈ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഈ IP സെക്യൂരിറ്റി കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ് ടു എൻഡ് യൂസേഴ്സ് ആൻഡ് അപ്ലിക്കേഷൻസ്. ഇത് യൂസ് ചെയ്യുന്ന IP സെക്യൂരിറ്റി യൂസ് ചെയ്യുന്ന എൻഡ് യൂസേഴ്സിനും അപ്ലിക്കേഷൻസിനും ഈ സെക്യൂരിറ്റി ട്രാൻസ്പെറൻ്റ് ആണ്, കാണാൻ പറ്റും. അതേപോലെ തന്നെ പ്രൊവൈഡ്സ് എ ജനറൽ പർപ്പസ് സൊല്യൂഷൻ. ഇപ്പോൾ ഒരു ജനറലി ഒരു സൊല്യൂഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സെക്യൂരിറ്റിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ IP security includes a filtering capability so that only selected traffic need incur the overhead of IP security processing. അപ്പോൾ ഇതിൽ ഈ IP സെക്കിൽ ഒരു ഫിൽറ്ററിങ് ക്യാപ്പബിലിറ്റിയും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ IP സെക് പ്രോസസ്സിങ്ങിൽ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്നതാണ് വേറൊരു ഫീച്ചറായിട്ട് പറയുന്നത്. പിന്നെ ഇതേപോലെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ജനറൽ പർപ്പസ് സൊല്യൂഷനാണ് എന്ത്, നമ്മളെ SSL എന്ന് പറയുന്നത്. അതായത് അത് ഈ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളെ TCPൻ്റെ തൊട്ട് മുകളിലാണുള്ളത്. ദ ഫോർമോസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ അപ്രോച്ച് ഈസ് സെക്യൂർ സെക്യൂർ സോക്കറ്റ്സ് ലെയർ SSL. അതായത് TCPൻ്റെ തൊട്ട് മുകളിലായിട്ട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത്, SSL എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ദ ഫോളോ ഓൺ ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ് നോൺ ആസ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. അപ്പോൾ TLS അതിനെ ഫോളോ ചെയ്തിട്ടാണ് എന്തുള്ളത്, TLS ഉള്ളത്. അപ്പോൾ ഈ ലെവലിൽ ദർ ആർ 2 ഇംപ്ലിമെൻറ്റേഷൻ ചോയ്സസ്, 2 ഇംപ്ലിമെൻറ്റേഷൻ ചോയ്സസ് ആണുള്ളത്. ഫോർ ഫുൾ ജനറൽ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, SSL ഓർ TLS കുഡ് ബി പ്രൊവൈഡഡ് ആസ് പാർട്ട് ഓഫ് ദ അണ്ടർലൈങ് പ്രോട്ടോകോൾ സ്യൂട്ട്. അപ്പോൾ ഫുൾ ജനറൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം, SSL അല്ലെങ്കിൽ TLS ഒരു അണ്ടർലൈങ് പ്രോട്ടോകോളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനത്തെ ഈ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ, ഇവിടെ ജസ്റ്റ് പേര് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഈ രണ്ടും എന്താണ്, എല്ലാ ആപ്ലിക്കേഷൻസിനും ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ വേറൊന്ന്, ആൾട്ടർനേറ്റീവ്ലി SSL ക്യാൻ ബി എംബഡഡ് ഇൻ സ്പെസിഫിക് പാക്കേജസ്. SSL നമുക്ക് സ്പെഷ്യൽ പാക്കേജസിൽ എംബഡഡ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് നെറ്റ്സ്കേപ്പ്, മൈക്രോസോഫ്റ്റ് എക്സ്പ്ലോറർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്തുണ്ട്, അതിലൊക്കെ ഇൻബിൽട്ട് ആയിട്ട് ആ പാക്കേജിൽ എന്തുണ്ട്, SSL എക്യുപ്ഡ് ആണ് എന്നാണ് അർത്ഥം. സെക്യൂർ സോക്കറ്റ്സ് ലെയർ എക്യുപ്ഡ് ആയിട്ടാണ് ഈ ബ്രൗസേഴ്സൊക്കെ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇതിൽ ഇപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ടാവും നെറ്റ്വർക്ക് ലെവല്, ട്രാൻസ്പോർട്ട് ലെവല്, ആപ്ലിക്കേഷൻ ലെവൽ എന്നില്ല. അപ്പോൾ ഓരോന്നിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഡയഗ്രാമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെറ്റ്വർക്ക് ലെവലിൽ IPsec ലോവർ ലെയർ, പിന്നെ അതിൻ്റെ മുകളിൽ TCP, പിന്നെ HTTP, FTP, SMTP. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, HTTPക്ക് അറിയുണ്ടാവും, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോള്, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോള്, TCP എന്താണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോള്, SSL സെക്യൂർ സോക്കറ്റ്സ് ലെയർ. സോക്കറ്റ്സ് എന്നുണ്ട്, നമ്മൾ സോക്കറ്റ് ലെയർ എന്നങ്ങോട്ട് പഠിച്ചു വെക്കും. സോക്കറ്റ്സ് എന്നുണ്ട്, S ഉണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ അതാണ് നെറ്റ്വർക്ക് ലെവലിലുള്ള ഒരു ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് ലെയറിൽ വന്നിട്ട് എങ്ങനെയൊക്കെ താഴെ IP, പിന്നെ TCP, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആര് വന്നു, SSL ഓർ അല്ലെങ്കിൽ TLS വന്നു, പിന്നെ HTTP, FTP, SMTP. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ അടുത്ത് പറയുന്നത് അപ്ലിക്കേഷൻ ലെവലിൽ വന്നിട്ടാണ്. അപ്ലിക്കേഷൻ ലെവലിൽ നമുക്കിതിൽ കവർ ചെയ്യാനില്ല. അപ്പോൾ അപ്ലിക്കേഷൻ ലെവലിൽ വന്നിട്ട് IP ഉണ്ട്, പിന്നെ UDP ഉണ്ടാവും,
പിന്നെ TCP പ്രോട്ടോക്കോൾ ഉണ്ട്, പിന്നെ കെർബറോസ് വന്നു, SMTP, HTTP, SBAR, MIME. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, നമ്മൾ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്നത്. അപ്പോൾ മൂന്നും അവിടെ നിന്ന് കാണിക്കുകയാണ് എവിടേക്കാണ് ഈ TCP/IP പ്രോട്ടോക്കോളൊക്കെ വരുന്നത്, ഈ മൂന്ന് ലെവലിലും എവിടേക്കാണ് വന്നത്, SSL എവിടെയാണ് വന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചതാണ് ആ ഡയഗ്രത്തിലൂടെ. പിന്നെ അടുത്തത് പറയുന്നത് ഇപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ടേബിൾ എന്ന് പറഞ്ഞാൽ വെബിൽ വരുന്ന ത്രെട്ടുകളെ കമ്പയർ ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ വേണ്ടത് എന്തൊക്കെയാണ്, ഇൻറ്റഗ്രിറ്റി വേണം, കോൺഫിഡൻഷ്യാലിറ്റി വേണം, ഡെനയൽ ഓഫ് സർവീസ്, അതേപോലെ ഒതൻറ്റിക്കേഷൻ. അപ്പോൾ ഇങ്ങനത്തിലൊക്കെ ഇൻറ്റഗ്രിറ്റി ത്രെട്ടായിട്ട് വന്നാൽ എന്താ ഉണ്ടാവുക, അതായത് ഇൻറ്റഗ്രിറ്റി ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, മോഡിഫിക്കേഷൻ ഓഫ് യൂസർ ഡാറ്റ ഉണ്ടാവും, ട്രോജൻ ഹൗസ് ബ്രൗസർ, മോഡിഫിക്കേഷൻ ഓഫ് മെമ്മറി വരും, മോഡിഫിക്കേഷൻ ഓഫ് മെസ്സേജ് ട്രാഫിക്കും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, ത്രെട്ടായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, ഇൻഫർമേഷൻ ലോസ് ആവും, മെഷീന് വേറൊരാൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും, അതായത് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയാവും. പിന്നെ എല്ലാ ത്രെട്ടിലേക്കുള്ളൊരു വൾണറബിലിറ്റി ആവും, ഒരു പാത്തും കൂടി ആവും, ഇതിമ നിൽക്കുമെന്ന് വിചാരിക്കേണ്ട ബാക്കിയുള്ളതും കൂടെ വരും. അപ്പോൾ അതിൻ്റെ കൗണ്ടർ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോഗ്രഫിക് ചെക്ക് സംസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പാരിറ്റി ചെക്കുകൾ, 0s 1s ഒക്കെ വെച്ചിട്ട് ചെക്ക് സംസ് നമ്മളെ ഡാറ്റയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇൻറ്റഗ്രിറ്റി ഉറപ്പ് വരുത്താനുള്ളത്. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി വന്നിട്ട് ഈവ്സ് ഡ്രോപ്പിംഗ് ഓൺ ദ നെറ്റ്, ഒളിഞ്ഞു കേൾക്കൽ, അതേപോലെ സെർവറിൽ തെഫ്റ്റ് നടക്കൽ, ഡാറ്റ തെഫ്റ്റ് ചെയ്യൽ, നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ എടുക്കൽ, പിന്നെന്താ ക്ലയൻറ്റ് ടോക്ക് ടു സെർവർ, അതിൻ്റെ ഇൻഫർമേഷൻ എടുക്കൽ, ക്ലയൻറ്റും സെർവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ വരും. അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, ഇൻഫർമേഷൻ ലോസ് ആവും, പ്രൈവസി ലോസ് ആവും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എൻക്രിപ്ഷൻ യൂസ് ചെയ്യണം, വെബ് പ്രോക്സീസും യൂസ് ചെയ്യണം. അതായത് ഒറിജിനൽ സെർവറിന് പകരം നമ്മൾ അതിൻ്റെ എല്ലാ ഡാറ്റാസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ് പ്രോക്സി സെർവർ യൂസ് ചെയ്യുമെന്ന് പറയാറില്ല, അപ്പോൾ അത് യൂസ് ചെയ്യുക. പിന്നെ ഡിനയൽ ഓഫ് സർവീസ് പറഞ്ഞാൽ സർവീസ് നിർത്തിവെപ്പിക്കുകയാണില്ലേ, അപ്പോൾ എന്താണ്, യൂസർ ത്രെഡിനെ കില്ല് ചെയ്യും, അതേപോലെ മെഷീനിനെ ഫ്ലഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ഇത് വരുന്നുണ്ട് കേട്ടോ, അതായത് ഓരോ അറ്റാക്കുകൾ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. പിന്നെ ഡിസ്ക് അല്ലെങ്കിൽ മെമ്മറിനെ ഫില്ല് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നോക്കും, കാരണം സർവീസ് എങ്ങനെയും നിർത്തി വെക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പരിപാടി കാണിക്കുകയാണ്. പിന്നെ DNS അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ എന്തൊക്കെ വരും, ഡിസ്റപ്റ്റീവ്, അതായത് ഡിസ്റ്റർബൻസ് പോലെ ആയിരിക്കും അത് ഫീൽ ചെയ്യുക. പിന്നെ അതേപോലെ അനോയിങ്, പ്രിവെൻറ്റ് യൂസർ ഫ്രം ഗെറ്റിംഗ് വർക്ക് അങ്ങോട്ട് ചെയ്യാൻ അയക്കാത്ത രീതിയിൽ ഇങ്ങോട്ട് സർവീസ് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൗണ്ടർ മെഷേഴ്സ് പറഞ്ഞാൽ ഡിഫിക്കൾട്ട് ടു പ്രിവെൻറ്റ്, നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഡിനയൽ ഓഫ് സർവീസ്. ഈവൻ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഇനി ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്നുണ്ട്. പിന്നെ വീണ്ടും അടുത്തതെന്ന് പറയുന്നത് ഒതൻറ്റിക്കേഷൻ ആണ്, അതായത് ഞാൻ മറ്റൊരാളാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അത് ഇംപേഴ്സണേറ്റ് ചെയ്യുക, അതേപോലെ ഡാറ്റനെ കട്ടെടുക്കുന്ന ആ ഒരു രീതി. പിന്നെ അതിലെന്തൊക്കെ നഷ്ടമാവും, യൂസറെ നമ്മൾ തെറ്റിദ്ധരിക്കില്ലേ, ഇയാൾ തന്നെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മിസ് റെപ്രസെൻറ്റേഷൻ വരും. അതേപോലെ ഫാൾസ് ഇൻഫർമേഷൻ നമ്മൾ വാലിഡ് ആണെന്ന് വിചാരിക്കും, ട്രൂ ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ കൗണ്ടർ മെഷേഴ്സ് എന്തൊക്കെയാണ്, ക്രിപ്റ്റോഗ്രഫിക് ടെക്നിക്സ് ആണ് നമുക്ക്, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലുമൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ അടുത്തത് പറയുന്നത് നീഡ് ഓഫ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി ആണ്. പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് വരുന്നത് SSHO SSLO ആണ്, SSL. അപ്പോൾ അതിൽ വരുമ്പോൾ അതിന് ശേഷമാണ് വീണ്ടും ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റീൻ്റെ ബാക്കി ഭാഗം വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ഓർഡറിങ്ങാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ബോബിന് ആലീസിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാണ്, ബോബിന് കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യണം, സെല്ല് ചെയ്യണം. വിത്ത് എക്സാമ്പിൾ പറയുന്നത് നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ സെല്ല് ചെയ്യണം. അപ്പോൾ ബോബ് എന്ത് ചെയ്യും, ആലീസിൻ്റെ സൈറ്റിൽ കയറും, ടൈപ്പ് ഓഫ് ഗുഡ് കൊടുക്കും, അതേപോലെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളതൊക്കെ കൊടുക്കും. അപ്പോൾ അത് കൊടുത്തിട്ട് ബോബിൻ്റെ അഡ്രസ്സ് കൊടുക്കും, പേയ്മെൻറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. ബോബ് എന്ത് ചെയ്യും, ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും ആ ഗുഡ്സ് ഡെലിവറി ആവാൻ. അത് ഡെലിവറി ആവുക പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, ക്യാഷ് പോവും അല്ലേ, നമ്മളത് കൊടുക്കുമ്പോൾ ഇയാൾ പേ ചെയ്യുമ്പോൾ അതിനുള്ള എന്ത് ചെയ്യും, ക്യാഷ് ഡെബിറ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആവുക, അങ്ങനെ ട്രാൻസാക്ഷൻ വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ക്രെഡിറ്റ് ആവും അല്ലെങ്കിൽ ഡെബിറ്റ് ആവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇയാൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ, എല്ലാം കറക്റ്റായിട്ട് നടന്നു അല്ലേ. പക്ഷെ അവിടെ എന്ത് ചിന്തിക്കണം എന്നറിയോ, നെറ്റ്വർക്ക് സെക്യൂരിറ്റിൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ ബോബിന് കിട്ടാൻ പോകുന്നത് വേറെ കുറേ പണികളായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഒരു എക്സാമ്പിളിലൂടെ.
അപ്പോൾ ട്രാൻസാക്ഷൻസ് നടക്കുന്നതിൽ കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല എങ്കിൽ, കോൺഫിഡൻഷ്യാലിറ്റി കൊടുക്കുന്നത് എൻക്രിപ്ഷനിലൂടെയാണ്. അപ്പോൾ അതില്ല എങ്കിൽ എന്താണ്, ഒരു അറ്റാക്കർക്ക് ഇപ്പോൾ ബോബിൻ്റെ കംപ്ലീറ്റ് പേയ്മെൻറ്റ് കാർഡ് ഇൻഫോർമേഷൻസും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബോബിൻ്റെ ക്യാഷിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ അറ്റാക്കർക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റും. കാരണം കാർഡ് ഡീറ്റെയിൽസ് കിട്ടിയല്ലോ, പിന്നെ അയാൾക്ക് ചെയ്യാമല്ലോ, സാധനങ്ങൾ വാങ്ങാമല്ലോ. അപ്പോൾ അതാണ് എന്ത് കോൺഫിഡൻഷ്യാലിറ്റിയിൽ പറയുന്നത്. അടുത്തത് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഇല്ല എങ്കിൽ എന്താണ് വരിക, ആൻ അറ്റാക്കർ കുഡ് മോഡിഫൈ ബോബ്സ് ഓർഡർ ഇൻ ടേംസ് ഓഫ് ടൈപ്പ് ഓർ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. അപ്പോൾ ബോബിൻ്റെ ഓർഡറിൽ ആൾട്രേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും, അറ്റാക്കർക്ക് പറ്റും, ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഇല്ലെങ്കിൽ. വേറൊരു കാര്യം എന്ന് പറയുന്നത് സെർവർ ഒതൻറ്റിക്കേഷൻ ആണ്. അപ്പോൾ സെർവർ ഒതൻറ്റിക്കേഷൻ ഇല്ല എങ്കിൽ എന്തേക്കാരം, ആലിസിൻ്റെ സൈറ്റിൽ നിന്ന് ആലിസിൻ്റെ ലോഗോ, ഇപ്പോൾ ഒരു വലിയ റെപ്യൂട്ടഡ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ടെക്സ്റ്റൈൽസോ അങ്ങനെ എന്ത് കാര്യങ്ങളോ ആവട്ടെ, അപ്പോൾ അവർക്കൊരു ലോഗോ ഒക്കെ ഉണ്ടാവും അല്ലേ, ഒരു സൈൻ. അപ്പോൾ ആ ഒരു ലോഗോ എന്ത് ചെയ്യും, ഇവരങ്ങോട്ട് യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു മലീഷ്യസ് സൈറ്റ് അങ്ങോട്ട് തുറക്കും. അതായത് ഇവർ ആലിസിൻ്റെ ആണ് എന്നുള്ള രീതിയിൽ ഒരു മലീഷ്യസ് സൈറ്റ് അങ്ങോട്ട് തുറക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഈ ബോബിൻ്റെ ഓർഡർ വരുന്നതൊക്കെ ആർക്കേക്കാരം, ഈ അറ്റാക്കറുടെ കയറുക. കാരണം ബോബ് വിചാരിക്കുന്നത് അത് ആലിസിൻ്റെ സൈറ്റാണ് എന്നാണ്. ഇപ്പോൾ സെർവർ ഒതൻറ്റിക്കേഷൻ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ബോബിൻ്റെ ക്യാഷൊക്കെ എടുത്ത് ആൾ പോകും, സാധനമൊട്ട് കിട്ടലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരും ഏതിൽ, സെർവർ ഒതൻറ്റിക്കേഷൻ ഇല്ല എങ്കിൽ. അപ്പോൾ പിന്നെ അടുത്ത കാര്യം പറയുന്നത് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി സ്കീംസ് ക്യാൻ അഡ്രസ് ദീസ് പ്രോബ്ലംസ് ബൈ എൻഹാൻസിങ് TCP/IP ബേസ്ഡ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ പ്രോബ്ലത്തിനെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് TCP/IP ബേസ്ഡ് നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി ഉണ്ട്, സെർവർ ഒതൻറ്റിക്കേഷൻ ഉണ്ട്, ക്ലയൻറ്റ് ഒതൻറ്റിക്കേഷനും നടക്കും എന്നതാണ്. അപ്പോൾ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുക. The security at this layer is mostly used to secure HTTP based web transactions on a network. അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ HTTP ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ലെയർ മാക്സിമം സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ TCP ബേസ് ചെയ്തിട്ട് റൺ ചെയ്യുന്ന ഏതൊരു അപ്ലിക്കേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ സെക്യൂരിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റിയിലേക്ക് വന്ന ആ ഒരു ഫിലോസഫിയാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് എന്നുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി TLS പ്രോട്ടോകോൾസ് ഓപ്പറേറ്റ് ഓവർ ദ TCP ലെയർ. ഡയഗ്രാം നോക്കുക വായിക്കേണ്ടതിൻ്റെ കൂടെ. TCP ലെയറിൻ്റെ മുകളിലായിട്ടാണ് ആരുള്ളത്, TLS പ്രോട്ടോകോള് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ അറിയാം, നമ്മൾ APIs, അതായത് അപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലിക്കേഷനുമായിട്ടൊരു ഇൻ്റർഫേസ് ഉണ്ടാക്കുന്ന പ്രോഗ്രാമിനെയാണ് API എന്ന് പറയുക. അപ്പോൾ ഈ ഒരു API ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഈ TLSനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകം പറയുന്ന പേരാണ് സോക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് API സോക്കറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത് കണ്ടില്ലേ, TCPൻ്റെ തൊട്ട് മുകളിലുമാണ്, ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലുമാണ് വരുന്നത്. അതിന് API സോക്കറ്റ്സ് എന്ന് പറയും. അപ്ലിക്കേഷൻസ് ആർ നോ ഇൻ്റർഫേസ്ഡ് ടു ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി ലെയർ ഇൻസ്റ്റെഡ് ഓഫ് TCP ഡയറക്റ്റ്ലി. അപ്പോൾ അപ്ലിക്കേഷൻസ് TCP എന്നുള്ള ലെയറിലേക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർഫേസ് ചെയ്യുന്നതിന് പകരം അവിടെ ഇൻ ബിറ്റ്വീനായിട്ട് എന്താണ് വരുന്നത്, ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി ലെയർ വരുന്നുണ്ട്. ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി ലെയർ പ്രൊവൈഡ്സ് എ സിമ്പിൾ API വിത്ത് സോക്കറ്റ്സ് വിച്ച് ഈസ് സിമിലർ ആൻഡ് അനലോഗസ് ടു TCP's API. അപ്പോൾ TCPൻ്റെ APIൻ്റെ പോലെ തന്നെ അതേപോലത്തെ ഫങ്ഷൻസും ഒന്നും കൂടി സെക്യൂർ ആയിട്ടും ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്, നമ്മളെ ട്രാൻസ്പോർട്ട് സെക്യൂരിറ്റി ലെയർ എന്ന് പറയുന്നത്. അതും എന്താണ്, വിത്ത് API ഡിസൈനാണ് ഉള്ളത്. അപ്പോൾ ഡയഗ്രത്തിൽ TLS എന്താണ് റിസൈഡ് ചെയ്യുന്നത്, അപ്ലിക്കേഷൻ്റെയും ട്രാൻസ്പോർട്ട് ലെയറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ്. ആ ഡോട്ട് കാണിച്ചില്ലേ. From the common perspective, it is a transport protocol that acts as TCP layer enhanced with security services. അപ്പോൾ നമ്മൾ ജനറലി കോമൺ ആയിട്ടുള്ള നമ്മളൊരു കാഴ്ചപ്പാടിൽ എന്താണ്, TCP ലെയറാണ് എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുക. കാരണം അവിടെ TLS അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ഇതിൽ കാണുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡയഗ്രത്തിലെ TCPൻ്റെ മുകളിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, TLS എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആ ഒരു ലെയർ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതില്ലാത്ത ഒരു അതായത് ഒറ്റ കോമൺ നോട്ടത്തിൽ നമുക്ക് TCPൻ്റെ തൊട്ട് മുകളിലാണ് ആപ്ലിക്കേഷൻ, അതിൻ്റെ ഇടയിൽ ഒരു TLS എന്നുള്ളത് നമുക്കങ്ങനെ കാണൂല. പക്ഷേ അതിനെ സ്പെസിഫൈ ചെയ്ത് മാറ്റിയെടുത്തതാണ് നമ്മൾ തൊട്ടപ്പുറത്തെ ഡയഗ്രമായിട്ട് TLS ഒരു ലെയർ കാണിച്ചത്. പിന്നെ TLS ഈസ് ഡിസൈൻഡ് ടു ഓപ്പറേറ്റ് ഓവർ TCP.
the reliable layer for protocol to make design of TLS much simpler because it doesn't have to worry about timing out and retransmitting lost data. അപ്പോൾ TLSൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് സിംപ്ലർ ആണ്. ഒന്നാമത്തെ കാര്യം അത് ടൈം ഔട്ട് ആവില്ല, അതായത് ഒരു പ്രത്യേക ടൈമിൻ്റെ ഉള്ളിൽ ആ ഒരു സെക്യൂരിറ്റി ടൈം ഔട്ട് ആയി പോവില്ല, അതാണ് ഒരു പ്രത്യേകത. പിന്നെ അടുത്തത് റീട്രാൻസ്മിറ്റിംഗ് ലോസ്റ്റ് ഡാറ്റ ലോസിങ് എന്നുള്ള ഇതിൽ വരുന്നില്ല, വന്നാൽ തന്നെ അവിടെ റീട്രാൻസ്മിഷൻ നടക്കുന്നില്ല എന്നതാണ് ഇതിൽ പറയുന്നത്. പിന്നെ വേറൊന്ന് ദ TCP ലെയർ കണ്ടിന്യൂസ് ഡൂയിങ് ദാറ്റ് ആസ് യൂഷ്വൽ വിച്ച് സെർവ്സ് ദ നീഡ് ഓഫ് TLS. അപ്പോൾ TLSൻ്റെ അതേ രീതിയിലുള്ള എല്ലാ സർവീസും ആര് ചെയ്യുന്നുണ്ട്, TCP ചെയ്യുന്നുണ്ട്. അപ്പോൾ TLS ഉണ്ടെങ്കിലും TLS ഇല്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, TCPൻ്റെ സർവീസ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മളൊരു ഏകദേശം TLS എന്താണെന്ന് പരിചയപ്പെട്ടു, അതിൻ്റെ ഒരു പൊസിഷൻ എന്താണെന്നൊക്കെ പരിചയപ്പെടുകയാണ് ഇപ്പോൾ ഈ ഒരു ഇതിൽ ചെയ്യുന്നത്. പിന്നെ അടുത്തത് TLS എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലർ ആയത്. അപ്പോൾ TLS ഇത്രയും പോപ്പുലർ ആവാണ്ടായ മെയിൻ കാര്യം എന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയാണ്. ട്രാൻസ്പോർട്ട് ലെയറിലുള്ള സെക്യൂരിറ്റി ഇത്രയും പോപ്പുലാരിറ്റി കൂടാനുള്ളത് നമുക്കറിയാം, നെറ്റ്വർക്ക് ഒരുപാട് ലെയറുകളുണ്ട്. അപ്പോൾ ആ ലെയറുകളിലൊക്കെ എന്തുണ്ട്, സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ പോപ്പുലാരിറ്റി ട്രാൻസ്പോർട്ട് ലെയറിൽ വരാനുള്ള കാരണം അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. ഡിസൈൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി അറ്റ് ദിസ് ലെയർ ഡസ് നോട്ട് റിക്വയർ എനി ചേഞ്ച് ഇൻ TCP/IP പ്രോട്ടോകോൾസ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഡിസൈൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നതും ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ എന്തല്ല, നമുക്ക് നമ്മളെ പ്രോട്ടോകോൾസിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചും വരുത്തേണ്ട ആവശ്യമില്ല, പൊതുവെ അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓൺലി യൂസർ പ്രോസസ്സസ് ആൻഡ് അപ്ലിക്കേഷൻസ് നീഡ് ടു ബി ഡിസൈൻഡ് ഓർ മോഡിഫൈഡ് വിച്ച് ഈസ് ലെസ് കോംപ്ലക്സ്. അപ്പോൾ ഇനി നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ തന്നെ അവിടെ യൂസർ പ്രോസസ്സുകൾക്കും ചില അപ്ലിക്കേഷൻസിലൊക്കെ ചെറിയ ചെറിയ ഡിസൈൻ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തേണ്ട ആവശ്യമേ വരുള്ളൂ. അതും തന്നെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്തേണ്ടതായിട്ട് വരില്ല, മാക്സിമം വരുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് മാത്രമേ എന്ത് വരുന്നുള്ളൂ. അപ്പോൾ അത്രയും സിംപ്ലറായിട്ട് നമുക്ക് സെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ട്രാൻസ്പോർട്ട് ലെയറിലെ സെക്യൂരിറ്റി ഇത്രയും പോപ്പുലറായിട്ട് അറിയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. താങ്ക് യു.